ഈ കാണുന്ന നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ആംപ്ലിഫയർ ബോർഡിന് 300 രൂപ താഴെയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ആംപ്ലിഫയർ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളൂ. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ ബോർഡിന് ഏകദേശം 300 രൂപ താഴെയുള്ളൂ. പിന്നെ ഇതിന് ഉപയോഗിച്ചിരുന്ന ക്യാബിനറ്റ് ഇതിനും ഏകദേശം 200 രൂപയ്ക്കേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 4 ഓളിയം കൺട്രോളർ. ഓളിയം കൺട്രോളിന് ഒരെണ്ണത്തിന് 30 രൂപ വെച്ചാവും. പിന്നെ ഇതിൻ്റെ നോബ് അതിന് ഒരെണ്ണത്തിന് 8 രൂപയാണ്. പിന്നെ പവർ ഓൺ ഓഫ് സ്വിച്ച് ഇതിന് 10 രൂപയുള്ളൂ. പിന്നെ പവർ കേബിൾ അതിന് 80 രൂപയാവും. പിന്നെ സ്പീക്കർ സോക്കറ്റ് അതിന് 10 രൂപയുള്ളൂ. പിന്നെ ഇങ്ങനത്തെ USB പ്ലെയർ ഇതിന് 130 രൂപയാവും. പിന്നെ ഇത് വർക്ക് ചെയ്യിക്കാനുള്ള ട്രാൻസ്ഫോമർ അപ്പോൾ ഇതിന് 300 രൂപ അടുത്താവും. അപ്പോൾ ഇതുപോലത്തെ ആംപ്ലിഫയർ ബോർഡ് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമർ അല്ലാതെ അഡാപ്റ്ററിലും വർക്ക് ചെയ്യിക്കാൻ പറ്റും, അതല്ലെങ്കിൽ ബാറ്ററിയിലും വർക്ക് ചെയ്യിക്കാം. അപ്പോൾ അഡാപ്റ്ററിലോ അല്ലെങ്കിൽ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമില്ല. അപ്പം വീണ്ടും ചിലവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആംപ്ലിഫയർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ആംപ്ലിഫയർ ബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് എളുപ്പമുണ്ട്. കാരണം ഈ ഒരു ബോർഡിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് പാസ്റ്റബിൾ ഉണ്ട്. പിന്നെ USB പ്ലെയർ വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടും. അതുപോലെ ഇങ്ങനത്തെ ആംപ്ലിഫയർ ബോർഡിൽ ഇതുപോലെ ഒരുപാട് വയറുകൾ കാണും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ സംശയങ്ങൾ കാണും. ഇതിൻ്റെ കണക്ഷനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനത്തെ ബോർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ആംപ്ലിഫയർ ഉണ്ടാക്കേണ്ടതെന്നും ഇതിൻ്റെ A to Z കണക്ഷൻസ് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, ടെക് ഓട്ടോമോട്ടീവ് ബൈ ഷിനു. ഈ ഒരു ചാനൽ നോക്കിയാൽ മതി. അതുപോലെ ഞാനിവിടെ എടുത്തേക്കുന്ന ഇതേപോലത്തെ ബോർഡ് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ആംപ്ലിഫയർ ബോർഡ് ആണെങ്കിൽ കംപ്ലൈൻ്റ് ആയാലും റിപ്പയർ ചെയ്യാൻ പറ്റും. റിപ്പയർ ചെയ്യാനായിട്ട് ചിലവും വളരെ കുറവാണ്. അതുപോലെ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടും ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടും. അതുപോലെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ നമുക്ക് സബ് ആംപ്ലിഫയർ ബോർഡും കൂടി ആഡ് ചെയ്യാൻ പറ്റും.